പുതുവർഷാഘോഷങ്ങൾ ആവേശമാക്കി സംസ്ഥാനം പതിവുപോലെ കാർണിവൽ ഒരുക്കി പുതുവർഷ പുലരിയെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് ഓരോരുത്തരും. ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയിൽ രാത്രി 12 മണിക്ക് കൂറ്റൻ പാപ്പാഞ്ഞി എരിഞ്ഞമരുന്നതോടെ പ്രതീക്ഷയുടെ പുതുവർഷം പുലരുകയായി. തലസ്ഥാനത്തുൾപ്പെടെ വിവിധ ജില്ലകളിൽ വ്യത്യസ്തങ്ങളായ പുതുവത്സരാഘോഷങ്ങൾ നടക്കുകയാണ്. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, മറൈൻ ഡ്രൈവിൽ നിന്ന് രേഷ്മ ബാബു, കോവളത്ത് നിന്ന് അഖിൽ പാലോട്ടുമഠം, കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിൽ നിന്ന് സോണൽ കൃഷ്ണയും ദിസ്ന സുരേഷും ചേരുന്നുണ്ട്. ആദ്യം ദിസ്നയിലേക്കാണ്. ദിസ്ന, കോഴിക്കോട് എങ്ങനെ ഒരുങ്ങുന്നു പുതുവർഷത്തെ വരവേൽക്കാനായി? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? ലക്ഷ്മി, ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ നേരുകയാണ്. അതിൽ നിന്നും പറയാനുള്ളത്, മാനാഞ്ചിറ ഫുൾ കളറായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുത്തൻ പ്രതീക്ഷയിൽ പുതുവർഷം പടിവാതിൽക്കലെത്താൻ ഇനി പടിവാതിൽക്കലെത്തി ാണ്. ഈ പടിവാതിൽക്കലെത്തിയ ഈ നിമിഷത്തെ വളരെ ആസ്വാദകരമായാണ് കോഴിക്കോട്ടുകാർ വരവേൽക്കുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആഘോഷങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. കഴിഞ്ഞ വർഷത്തെ ഒക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. യുനെസ്കോയുടെ സാഹിത്യ പദവി ഉൾപ്പെടെ കോഴിക്കോട് നേടിയെടുക്കുകയുണ്ടായി. ഇതൊക്കെ തന്നെയും കോഴിക്കോടിന്റെ ചരിത്രം പൊൻതൂവൽ തന്നെയാണ്. നമുക്ക് ഈ കാഴ്ചകളിൽ നിന്ന് തന്നെയൊക്കെ വ്യക്തമാണ്, കോഴിക്കോട് മുഴുവൻ ദീപാലങ്കൃതമായിരിക്കുകയാണ്, മാനാഞ്ചിറ മുഴുവൻ ദീപാലങ്കൃതമായിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ, നിരവധി ആളുകൾ, കുട്ടികളാണ് ിലൂടെ പുത്തൻ വർഷത്തെ ആസ്വദിക്കുന്ന നിമിഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. ആളുകൾ കൂട്ടത്തോടെ വന്ന് ആഘോഷിക്കുന്നു, നൃത്തം ചെയ്യുന്നു, എടുക്കുന്നു കാര്യങ്ങളാണ് ഇവര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് തന്നെ പോവാം. പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ ചോദിക്കാം. ചേട്ടാ, 2023 പോവാം. പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ ചോദിക്കാം. ചേട്ടാ, 2023 എങ്ങനെയുണ്ടായിരുന്നു? 2024 എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ എല്ലാവരും പറയുന്നത് 2023 അത്ര കുഴപ്പമില്ലാത്തൊരു വർഷം തന്നെയായിരുന്നു. അടുത്ത വർഷം കുറേയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരുപാട് ആളുകളാണ് ലക്ഷ്മി മാനാഞ്ചിറ മൈതാനത്ത് എത്തിയിട്ടുള്ളത്. കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ പരിപാടി നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ബീച്ചിലായാലും നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. മാനാഞ്ചിറയിലെ ഈ ദീപം ഒക്കെ തന്നെയും ഈ മാസം 27-നാണ് മുഹമ്മദ് റിയാസ് മന്ത്രി അടക്കമുള്ളവർ ഉദ്ഘാടനം ചെയ്തത്. ഇത് നഗരം ദീപാലങ്കൃതമാക്കി ആളുകളെ ആസ്വദിപ്പിക്കുക തുടങ്ങിയ പരിപാടിയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. കുടുംബസമേതം ആളുകൾ ഇവിടെ എത്തുകയാണ്. പുതുവർഷത്തെ പുത്തൻ പ്രതീക്ഷകളോടെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പുതുവർഷത്തെ പുത്തൻ പ്രതീക്ഷകളോടെ വരവേൽക്കുകയാണ്. ഇവിടെ ഒരു കുടുംബം തന്നെയുണ്ട്. 2023 എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. 2024 ഇനി എന്തൊക്കെ ചെയ്യും? 2024 2023 ഒന്നുമില്ല. നമുക്ക് 2023 ആയാലും 2024 ആയാലും ഒരേ അനുഭവം തന്നെ ആയിരിക്കും നമുക്ക്. കാരണം 2024 ഇന്നത് ചെയ്യുക അല്ലെങ്കിൽ ഇന്നത് ഒഴിവാക്കുക എന്നുള്ള ഒരു ഇതൊന്നുമില്ല. എല്ലാവർക്കും ഒരു ആശംസ പറയോ? എല്ലാവർക്കും കേരളത്തിലെ ന്യൂ ഇയറിന് എല്ലാ മലയാളികൾക്കല്ല എല്ലാവർക്കും ന്യൂ ഇയറിന് ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങൾ കുടുംബസമേതം ആഘോഷിക്കാൻ എങ്ങനെയുണ്ട്? മാനാഞ്ചിറ എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ്. മാനാഞ്ചിറ എല്ലാ വർഷത്തിലും ഇതേമാതിരി തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി ഒന്ന് മൊഞ്ച് കൂടിയിട്ടുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൊഞ്ച് കൂടിയിട്ടുണ്ട്. തീർച്ചയായും ലക്ഷ്മി, ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി മൊഞ്ച് കൂടിയിരിക്കുകയാണ്. മാനാഞ്ചിറയാവട്ടെ, ബീച്ചാവട്ടെ, പുത്തൻ പ്രതീക്ഷകളോടെ, പുത്തൻ ഉണർവിൽ അവർ പുതുവർഷത്തെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വലിയൊരു ജനത്തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസിന്റെ അടക്കം കർശന നിയന്ത്രണം ഇവിടെയുണ്ട്. ഗതാഗത നിയന്ത്രണവുമുണ്ട്. 2023 കഴിയുവാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാട്ടും ഡാൻസും ഒക്കെയായി ഇവർ ആഘോഷിക്കുകയാണ്. മലയാളികളുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അവർ ആഘോഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. മാത്രമല്ല, കോഴിക്കോടുകാർ പ്രത്യേകിച്ച് സൽക്കാരത്തിലാവട്ടെ ആഘോഷങ്ങളിലാകട്ടെ കോഴിക്കോട്ടുകാർ മൊഞ്ചാണ് എന്ന് തന്നെയാണ് ഇവിടെ ആളുകൾ പറയുന്നത്. ഇതിൽ ഒരുപാട് കുട്ടികളുണ്ട് ഫ്രണ്ട്സിനോടൊപ്പം വന്നിട്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, 2023 എങ്ങനെയുണ്ടായിരുന്നു? വളരെ ഊമ്പി എന്ന് പറഞ്ഞാൽ എല്ലാതാണ് പോയി
2024 ഇനി എന്തൊക്കെ ചെയ്യുന്നതാണ്? വളരെ നല്ല പെർഫോമൻസ് ആണ് മാനാഞ്ചിറ ഉള്ളത്. പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ആളുകൾ, നേരത്തെ എല്ലാവരെക്കാളും ഒരുപാട് ആളുകൾ നന്നായിട്ട് തിങ്ങിക്കൂടിയിട്ട് നല്ല അഭിപ്രായമാണ് ഈ ഒരു സംഭവത്തിനെ പറ്റിയത്. ലൈറ്റ് ആൻഡ് ഷോ വളരെ നന്നായിട്ടുണ്ട്. 2024 ഇന്നത് ചെയ്യും, ഇന്നത് ഒഴിവാക്കണം എന്ന് വിചാരിച്ച എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിരുന്നാലും 2023 കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത നമുക്ക് 2024 കാണുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങും പൂർണ്ണമായിട്ടും. പിന്നെ ഇന്ന് നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ടെക്നോളജിയൊക്കെ വളരുന്ന സമയമാണല്ലോ, അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 2024 കൂടുതൽ ചെയ്യാനുള്ള ഒരു സോഴ്സ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഹൃദ്യമായ പുതുവത്സര. പ്രായപരിധിയില്ലാതെയാണല്ലോ ആളുകൾ ഇവിടെ എത്തിപ്പെടുന്നത്. പ്രായമൊന്നും നോക്കാതെയാണല്ലോ വയസ്സന്മാർ വരെ ഇവിടെ ഉണ്ട്. എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നാലേ. ഇപ്പൊ നാളെ ഒരു ഹാപ്പി ന്യൂ ഇയർ കൂടി നിങ്ങൾക്ക്. തീർച്ചയായും ലക്ഷ്മി, എല്ലാവരും പുതുവത്സര ആശംസകൾ നേർന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രായഭേദമന്യാണ് മാനാഞ്ചിറയിലെ എല്ലാവരും എത്തിയിരിക്കുന്നത്. അതാണ് കാരണം ഏത് ആഘോഷം നടന്നാലും മാനാഞ്ചിറയാണ് പ്രഭാപൂരിതമായി വർണ്ണവിളക്കുകൾ കൊണ്ടൊക്കെ പ്രഭാപൂരിതമായി. ഇങ്ങനെ കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോട് സ്കൂൾ കലോത്സവം വന്നപ്പോഴും മാനാഞ്ചിറ അണിഞ്ഞൊരുങ്ങി നിന്നത് ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനാഞ്ചിറ കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ കോഴിക്കോട് സന്ദർശിക്കാൻ എത്തുന്നവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഒത്തുകൂടുന്ന ഇടമാണ്. അവിടെ ഈ പുതുവർഷത്തെ വരവേൽക്കാനും അക്ഷരമായി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. മാത്രമല്ല ബിസിനസ് പറഞ്ഞതുപോലെയാണ് 2023 ഓർമ്മകൾ അയവിറക്കി അതിലും കൂടി അല്പം കൂടി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് 2024 വരവേൽക്കണം, അല്ലെങ്കിൽ 2024 അങ്ങനെ തന്നെ കടന്നു പോകണമെന്ന ശുഭപ്രതീക്ഷകളും ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. വ്യക്തമാണ് ദിസ്ന, അവിടെ തന്നെ തുടരണേ, കാരണം കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. മാത്രമല്ല അവിടെ വന്നിരിക്കുന്നവരുടെ ആശംസകൾ നമുക്ക് ജനം ടിവിക്ക് പ്രേക്ഷകർക്കൊക്കെ ആയിട്ട് പങ്കുവെക്കാനുണ്ട്. നമ്മുടെ ക്യാമറയൊക്കെ നോക്കി വളരെ സന്തോഷത്തോടെ പലരും കൈവീശിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഫോർട്ട് കൊച്ചിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വൈകുന്നേരം തന്നെ ജിജീഷ് അവിടെ നിന്നവരോട് പ്രതികരണങ്ങൾ ആരാഞ്ഞപ്പോൾ ആഘോഷങ്ങൾ തുടങ്ങാൻ ഇരിക്കുന്നതല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം ആർപ്പ് വിളിച്ച് ഒപ്പം തന്നെ പടക്കം പൊട്ടിച്ച് പാപ്പാഞ്ഞിയെ കത്തിച്ച് ഒക്കെയാണ് കൊച്ചിക്കാർ ഈ കാർണിവലൊക്കെ അണിയിച്ചൊരുക്കിക്കൊണ്ടാണ് പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ഇപ്പോഴവിടുത്തെ ഒരു വൈബ് എങ്ങനെയാണ് ജിജീഷ്? ജിജീഷിലേക്ക് എത്താം. വളരെ രസകരമായ കൗതുകകരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് സ്ക്രീനിൽ വ്യക്തമായി കാണാൻ സാധിക്കും. വെട്ടിത്തിളങ്ങുന്ന വേഷങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടാണ് അവിടെ കൂടിയിരിക്കുന്ന കുട്ടികളെയൊക്കെ രസിപ്പിക്കാനും ഒക്കെയായി അവിടെ കലാവിരുന്നുകൾ ഒരുങ്ങുന്നത്. ദിസ്നയിലേക്ക് തിരിച്ചു പോവുകയാണ്. ദിസ്ന, ഈ 2023 ഓർമ്മകളൊക്കെ അയവിറക്കായിരുന്നു. ദിസ്ന ചോദിച്ചപ്പോൾ പലരും 2024 ഇനിയും എത്രയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. അതാണെന്ന് തോന്നുന്നു ഓരോ വർഷം നമ്മളെ മുന്നോട്ട് നടത്തുന്നത്, അല്ലേ? തീർച്ചയായും ഓരോ നിമിഷവും ഓരോന്ന് ചെയ്തു തീർക്കുവാനുണ്ടെന്ന പ്രതീക്ഷയായിരിക്കാം ഓരോ മനുഷ്യനെയും ഓരോ ദിവസങ്ങൾ എണ്ണി കടന്നു പോകാൻ പ്രേരിപ്പിക്കുന്നത് എന്നത് എൻ്റെ ഒരു നിഗമനമാണ് ലക്ഷ്മി. ഒരുപക്ഷെ ഞാൻ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നത് എനിക്ക് ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെയുള്ളൊരു ആഗ്രഹമുണ്ടല്ലോ. ആ ആഗ്രഹമാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നതാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഓരോ വർഷവും ഓരോ ആഗ്രഹങ്ങൾ ഓരോരുത്തരായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെയും നമ്മളോട് പറഞ്ഞത് 2023 വലിയ കുഴപ്പമില്ലാത്തൊരു വർഷമായിരുന്നു. 2024 തങ്ങൾ കടക്കുകയാണ്. ഈ വർഷം അതിമനോഹരമാക്കുവാൻ, 2023 അതിമനോഹരമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, 2023 എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. 2024 എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നല്ലവനാവാനായിട്ട്. നല്ല എന്നാണോ പറയുന്നത്? അല്ലായിരുന്നു, കുറച്ച് നാളായിട്ട്. അപ്പൊ 2024 ഈ ചേട്ടൻ നല്ലവനാവാനുള്ള ഒരു ശ്രമത്തിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി. തീർച്ചയായും നല്ലവനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു പുതുവത്സര ആശംസകൾ കൂടി പറയൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. തീർച്ചയായും പുതുവത്സര ആശംസകളും കൂടി പറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ലോകത്തിലേക്ക് കൂടുതൽ നന്മ അവനവൻ്റെതായി കൊണ്ടുവരാനുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസിൽ അതും പെടും എന്നുള്ളതാണ് വളരെ കൗതുകകരമായ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. എന്തായാലും ദിസ്ന തുടരുന്നുണ്ട്.